എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഏറ്റവും സന്തോഷം വരുന്നത് നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു നൈറ്റ് റൈഡിങ്ങിനൊക്കെ പോകുമ്പോഴായിരിക്കും അല്ലേ? എനിക്ക് അങ്ങനെയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനിപ്പോൾ കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിൽ നമ്മൾ നൈറ്റ് ആയപ്പോൾ തന്നെ ഒന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ ഒന്ന് ചായ കുടിക്കാൻ, കൊൽക്കത്തയുടെ രാത്രിയിലൊരു ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ 5 പേരുണ്ട്. പോകുന്ന വഴി തന്നെ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് അവരൊക്കെ ചോദിക്കുകയാണ് എവിടേക്കാണ്, എങ്ങനെയാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു എയിമെന്ന് പറയുമ്പോൾ നമ്മുടെ നാടിൻ്റെ അതേ ഒരു രാത്രി റൈഡിൽ ഇറങ്ങുന്നു, ഒരു ചായ കുടിക്കുന്നു, സംഭവങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ പതുക്കെ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് യാത്ര തിരിച്ചു. ശരിക്കും പറഞ്ഞാൽ കൊൽക്കത്ത പറയുമ്പോൾ കൊൽക്കത്ത രാത്രികൾ നമ്മുടെ ഈ ബാംഗ്ലൂർ, കൊച്ചി അങ്ങനെ സംഭവം അതുപോലെ തന്നെ ഫുൾ ഓണായിരിക്കും. കാരണം പെട്ടെന്നൊരു ഇരുട്ട് എവിടെ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം എപ്പോഴും ആളുകൾ ഓരോ യാത്രയിലും ഓരോ സ്ഥലത്തു നിന്ന് വരുന്നതും പോലൊക്കെ ആയിരിക്കും ഇവിടെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒരു ചായക്കട അന്വേഷിച്ചിട്ടുള്ള യാത്രയാണ്. പുറത്തിറങ്ങിയോടുകൂടി ഹൈവേയിൽ ഫുള്ള് വണ്ടികളാണ്. നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരു 10-11 മണിയൊക്കെ ആയി കാണും. ആ ടൈമിൽ ഫുള്ള് വണ്ടികളുടെ തിരക്കാണ് ഇവിടെ കാണുന്നത്. കൂടാതെ തന്നെ ഇവിടെ നമ്മൾ ചായക്കട നോക്കാൻ കുറച്ച് പണി പെട്ടോ. കാരണം എന്താണെന്നറിയില്ല, നമ്മുടെ നാടുകൾ, നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ 12 മണി, 1 മണി, 24 hours അടക്കം ചായക്കട ഉണ്ടാവും. ഈ കാണുന്നവർക്ക് എന്താ അറിയില്ലേ, കൊൽക്കത്തയുടെ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ഈ കാണുന്നത് കേട്ടോ. അവിടെ എന്തോ ഒരു ഗെയിം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ക്രിക്കറ്റ് എന്തോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഫുള്ള് ലൈറ്റൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കണ്ടത്, ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. ശരിക്കും കൊൽക്കത്തയുടെ ഒരു ഹൃദയഭാഗത്തു കൂടെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫീലായി ഉണ്ടാവുക. ഞാൻ ആദ്യം എൻ്റെ പഴയ വീടുകളിൽ പറഞ്ഞിട്ടുണ്ട്, കൊൽക്കത്തയ്ക്ക് 2-3 ഭാഗങ്ങളുണ്ട്. ചില സ്ഥലങ്ങളെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞ ഫോറിൻ കൺട്രീസിനെ പോലത്തെ ഒരു വൈബ് നമുക്ക് കിട്ടും. ചില സ്ഥലങ്ങളെന്ന് പറയുമ്പോൾ ഏറ്റവും താഴ്ന്നൊരിത്. കാരണം ഇവിടെ റിച്ചും പിന്നെ ഏറ്റവും പാവപ്പെട്ടവർ മാത്രമേ ഉള്ളൂ. മിഡിൽ ക്ലാസ് ഫാമിലീസിനെ അധികമായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ പതുക്കെ നടന്ന് നമ്മൾ ചായക്കട എങ്ങനെയൊക്കെ കണ്ടുപിടിച്ചിട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചായക്കട. ചായക്കട എന്നും പറയാനൊന്നും പറ്റില്ല, ഇവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. കാരണം എന്താ പറയുക, മറ്റേ തമ്പാക്കു, ഇത് സിഗരറ്റ്, എല്ലാ സംഭവങ്ങളും ഒരു കട. കാരണം ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ ഹിന്ദി നാടുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കടകളിൽ മൊത്തം ഇത് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതൽ ലിംകയൊക്കെ എടുത്തു. ഇതാണ് നമ്മൾ വന്ന കട. പാക്കും നിങ്ങൾ മൊത്തം തൂക്കിയിട്ടത് കണ്ടാൽ തന്നെ അറിയാം, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും സംഭവിക്കാൻ പറ്റാത്ത സ്ഥലമാണ്. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് ചായയൊക്കെ കുടിച്ച് നമ്മൾ ചെറിയ നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ഉള്ള വീഡിയോസും കൊൽക്കത്തയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ഈ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.